ഹായ് ഹലോ, നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം നമ്മുടെ ലൈഫിൽ AI എന്തോരം കടന്നു വന്നിട്ടുണ്ടെന്ന്. ഈ ഒരു കടന്നുവരവ് കാരണം മാർക്കറ്റിൽ ഒരു മെമ്മറി ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഹാർഡ്വെയർ കമ്പനീസും അവരുടെ പ്രൊഡക്റ്റിന് വില കുത്തനെ കൂട്ടിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടേഴ്സ്, പ്ലേ സ്റ്റേഷൻ അങ്ങനെ എല്ലാ ഹാർഡ്വെയർസിനും വില നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ ചെറിയൊരു ആശ്വാസത്തിലായിരുന്നു. കാരണം ആപ്പിൾ അവരുടെ പ്രൊഡക്ട്സിന് ഒന്നിനും വില കൂട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു രീതിയിൽ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആപ്പിൾ ഒരു സുപ്രഭാതത്തിൽ വില കുത്തനെ കൂട്ടി. ഏകദേശം ഒരു 60-70,000 രൂപ വരെയൊക്കെ പല പ്രൊഡക്ട്സിനും റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ചെറിയ രീതിയിൽ തിരക്കായിപ്പോയി. കാരണം നമുക്കൊരു മാക്ബുക്ക് പ്രോ വേണമായിരുന്നു. മാക്ബുക്ക് പ്രോ മാത്രമല്ല, നമ്മളൊരു മാക് മിനി കൂടി മേടിച്ചിട്ടുണ്ട്. ഓട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞത് മാക്ബുക്ക് പ്രോ കിട്ടാത്തതുകൊണ്ടല്ല, പുതിയ റേറ്റ് കൊടുത്ത് മാക്ബുക്ക് പ്രോ മേടിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറകിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ സ്റ്റോക്ക് പഴയ പ്രൈസിൽ മേടിച്ചു. സെയിം പ്രൊഡക്റ്റ് ഓൾഡ് പ്രൈസ്, അത്രേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ജസ്റ്റ് കയറി നോക്കുക, കയ്യിലൊതുങ്ങുന്ന പൈസക്കുള്ളത് മേടിക്കുക. ഞാൻ ആകെ റെക്കമെൻഡ് ചെയ്യുന്നത് മെമ്മറി ഒന്ന് കൂടുതലുള്ളത് എപ്പോഴും മേടിച്ചാൽ നന്നായിരിക്കും. 24 GB എങ്കിലും മെമ്മറി ഉള്ളത് മേടിക്കുന്നതാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാർക്കും അഭിപ്രായം ഉണ്ടാവണമെന്നൊന്നുമില്ല. മാക് മിനി ആണെങ്കിലും മാക്ബുക്ക് പ്രോ ആണെങ്കിലും ഏതാണെങ്കിലും മെമ്മറി കുറച്ച് കൂടുതലുള്ളത് മേടിക്കാം. ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ, ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണിക്കാനായിട്ട് ഉണ്ടാവാറില്ല. ഇപ്പോൾ ഇതിനകത്ത് തന്നെ മാക്ബുക്ക് പ്രോ ഉണ്ട്, ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, ഒരു പവർ ബ്രിക്ക് ഉണ്ട്. ചാർജിങ് കേബിൾ വരുന്നത് Type-C to MagSafe ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ മാക് മിനി ഒപ്പം ഉണ്ടാവും, അതിൻ്റെ ഒപ്പം ഒരു കേബിൾ ഉണ്ടാവും, പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. കൂടുതലായിട്ട് ഇതിനകത്തൊന്നും കാണിക്കാനില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് ആപ്പിളിൻ്റെ ഡിവൈസുകളെല്ലാം. ജസ്റ്റ് ലാപ്ടോപ്പ് ആണെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക, ഓണായി വരും. മാക് മിനി ആണെങ്കിൽ പവർ ബട്ടൺ താഴെയാണ്, അത് ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ചെയ്യുക, അതും ഓണായി വരും. ദാറ്റ്സ് ഇറ്റ്. ലോഗിൻ ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ.